ഈ CJPയുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ഇഷ മറിയം തത്സമയം ചേരുന്നു. ഇഷ, കേൾക്കാമല്ലോ അല്ലേ? യെസ്. ഇപ്പൊ ദേശീയ തലത്തിൽ ആണ് പല ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി അറിയിപ്പുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇഷ. ഇപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം പല വിഷയങ്ങളിലും, അതിപ്പോൾ നീറ്റ് വിഷയത്തിൽ മാത്രമല്ല, ഏറ്റവും പുതിയതായി മാലിന്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അവർ തോറ്റുപോയ പല വിഷയങ്ങളും നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. യുവാക്കളെ സംബന്ധിച്ച് ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടണമോ അതിലെല്ലാം ശ്രദ്ധ ചെലുത്തണമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? കേരളത്തിലെ പ്രവർത്തനം എങ്ങനെയായിരിക്കും, അതാദ്യം പറയാമോ? നമ്മളിപ്പോൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ട കാര്യം, ഇത് ഒരാഴ്ച പോലും ആയിട്ടില്ല തുടങ്ങിയിട്ട്. നമ്മൾ ഇത് ഒരു സെൻട്രലി ചെയ്യുന്ന, ലൈക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം അല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മളെപ്പോലെ ഇതിൽ താല്പര്യമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരെ എല്ലാം ചേർക്കുക, അവരെ ജില്ലാ വൈസ് തിരിക്കുക, അങ്ങനെ ഓരോ റോൾ അസൈൻ ചെയ്യുക, പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന കേരളത്തിലെ നമ്മുടെ CJP കേരളം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ സ്റ്റുഡൻസ്, അതായത് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ നീറ്റ്, അത് ഉറപ്പായിട്ടുണ്ട്, ബിക്കോസ് അത് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ ഒരു മെയിൻ ഇതാണ്. അതുപോലെ പൊല്യൂഷൻ, ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഓർഗനൈസ്ഡ് ആയി ഒന്ന് സെറ്റിൽ ആവുന്നവരെ വെറും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങളെ പറ്റി നമ്മുടെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇഷ, നിങ്ങളുടെ ആദ്യത്തെ ഒരു അക്കൗണ്ട് തന്നെ, എക്സ് അക്കൗണ്ട് തന്നെ പൂട്ടുന്ന നടപടിയിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പൂട്ടാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു രജിസ്റ്റേർഡ് പാർട്ടിയല്ല, ഇതൊരു മൂവ്മെന്റ് ആണ് എന്നുള്ളത്. ഇപ്പോൾ BJPക്കാരെ സംബന്ധിച്ച് അവർ പേടിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നേപ്പാളിലൊക്കെ ഉയർന്നു വന്ന ഒരു ജെൻസി മൂവ്മെന്റ്, അത് വയലന്റ് ആയ ഒരു മോഡിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതാണോ അവരുടെ ഭയം? അല്ലെങ്കിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവാക്കളുടെ ഒരു മൂവ്മെന്റിനെ ഈ കേന്ദ്ര സർക്കാർ എന്തിനായിരിക്കും ഇത്രയും ഭയപ്പെടുന്നത്? ഒരു പക്ഷേ ഈ ജെൻസി റെവല്യൂഷൻ നേപ്പാളിൽ നടന്ന പോലെ നടക്കും, ലൈക്ക് വയലന്റ് ആയിട്ട് നടക്കുമെന്നൊരു ഭയം ഉണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊന്ന് സ്റ്റേറ്റസ് കോ നിലനിർത്താനും, ലൈക്ക് അവർക്ക് ആ പവറിൽ ഇപ്പം എന്താണ് ചെയ്യുന്നത് അത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടൊരു തടസ്സമാണ് ഞങ്ങൾ. സോ മേ ബി അതുകൊണ്ടായിരിക്കാം അവർ ഇപ്പം അത് മെയിൻ അക്കൗണ്ടുകൾ, ഇപ്പം നമ്മൾ പറയുമ്പോൾ എക്സ് അക്കൗണ്ട് നാഷണൽ ലെവലിൽ ലൈക്ക് അഭിജിത് ദിപ്കെ വഴിയുള്ളത്, അതുപോലെ ഇൻസ്റ്റഗ്രാം നമ്മുടെ ഒഫീഷ്യൽ നാഷണൽ ലെവൽ സംഭവം, അത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊക്കെ പറയെങ്കിലും അവിടെ മാത്രമല്ല, ഒഫീഷ്യൽ അക്കൗണ്ട്സിലേക്ക് മേളിൽ നിന്നുള്ള അക്കൗണ്ട്സ് മാത്രമല്ല, ഞങ്ങൾ തന്നെ 10-25 അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഓരോന്ന് സസ്പെൻഡ് ആക്കി വിടുവാണ്. നമുക്ക് നല്ല ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു, ആ അക്കൗണ്ട്സ് എല്ലാം സസ്പെൻഡ് ആക്കി വിട്ടിട്ട് പിന്നെ നമ്മൾ ഫ്രോം സ്ക്രാച്ച് വീണ്ടും തുടങ്ങുവാണ്. പിന്നെ നമ്മൾ കോക്രോച്ചസ് ആണ്, നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയാൽ നിൽക്കൂല. ഒരു അക്കൗണ്ട് കളയുമ്പോൾ ഞങ്ങൾ 2 എണ്ണം വീണ്ടും ഉണ്ടാക്കും. സോ അങ്ങനെ നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ കൂട്ടത്തിൽ വന്നു ചേരുന്ന യുവാക്കളെല്ലാം, ഈ പറയുന്ന ഫോളോവേഴ്സ് എല്ലാം കൃത്യമായി രാഷ്ട്രീയമുള്ളവർ തന്നെയാണെന്ന് ഇഷ ഉൾപ്പെടെയുള്ളവർ കരുതുന്നുണ്ടോ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രെൻഡിനനുസരിച്ച് വളരുന്ന വളർച്ചയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലെങ്കിൽ കൂടിയും വന്നു ചേരുന്നവരാണോ? അങ്ങനെ അന്ധമായി എന്തെങ്കിലും വിശ്വസിക്കുന്നവരാണോ? അതോ എല്ലാവരും വളരെ പൊളിറ്റിക്കലാണ്, നിങ്ങൾക്ക് കൃത്യമായ ഒരു പാത്തുണ്ട്, അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ ഒരു ലക്ഷ്യം, നിങ്ങളുടെ ഒരു മുന്നോട്ട് പോക്ക്? ഇറ്റ്സ് എ മിക്സ്ഡ് ബാഗ്. ലൈക്ക് ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരുപാട് പേർക്ക് ക്ലിയർ ആയിട്ടുള്ള, ഇപ്പം ലൈക്ക് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ എവിടെയാണെന്നല്ല, പക്ഷെ അവരുടേതായ രാഷ്ട്രീയമല്ല ഒരുപാട് പേര് ഇതിലുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആദ്യമായിട്ട് പോളിറ്റിക്സ് ഒരു അപ്രോച്ചബിൾ ആയിട്ട് ആക്സസിബിൾ ആയിട്ട് തോന്നി, ആദ്യമായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് തോന്നി വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മേ ബി ജനറലി പൊളിറ്റിക്കൽ അവയർനെസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ പഠിക്കാൻ താല്പര്യമുള്ളവരായി ഉണ്ടല്ലേ കൂടുതൽ ആൾക്കാരും. ഞങ്ങൾക്ക് ഇതിൽ ചേർന്ന് ഡെവലപ്പ് ആവണം എന്നുള്ളവർ ഒരുപാട് പേരുണ്ട്, ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയമുള്ളവരുണ്ട്. ആൻഡ് ഒരു മൈനോറിറ്റി ഉണ്ട്, ട്രെൻഡാണെന്നുള്ള രീതിയിലേക്ക് ഒരു പുതിയ ജെൻസി ട്രെൻഡാണെന്ന് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരില്ല എന്നല്ല. പക്ഷെ കൂടുതൽ പേരും അവർ പൊളിറ്റിക്കലി അവെയർ ആണെങ്കിലും അല്ലെങ്കിലും കൂടുതൽ പേർക്കും ഒരു വിഷൻ ഉണ്ട്.
മാത്രമല്ല ഇപ്പോൾ ഇതൊരു അരാഷ്ട്രീയ കൂട്ടമാണെന്നുള്ള ഒരു നെറേറ്റീവ് അപ്പുറത്തുണ്ടായി വരുന്നുണ്ട്. അത് എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെ ഉണ്ടാവുന്നതുമാണ്. നമ്മൾ ഈ ജെൻസി കുട്ടികളെ പറ്റി അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് ആദ്യമായിട്ടുമല്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇത്ര വലിയൊരു മൂവ്മെന്റ് അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവർ കൃത്യമായി രാഷ്ട്രീയം അറിയുന്നവരല്ല, അല്ലെങ്കിൽ അത് പറയുന്നവരല്ല എന്നൊക്കെയുള്ള ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ. അതിന് പിന്നിൽ പലരും പ്രവർത്തിക്കുന്നുണ്ടാവാം. അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനെ ചെയ്യുന്നവരോട്, അങ്ങനെ പറയുന്നവരോടുള്ള നിങ്ങളുടെ മറുപടി എന്താണ്? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ വിഷയങ്ങൾ നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. അപ്പോൾ ഒരു സറ്റയർ എന്ന രീതിയിൽ തുടങ്ങി ഇതൊരു അടിമുടി രാഷ്ട്രീയം പറയുന്ന തലത്തിലേക്ക് മാറിയത് നമുക്ക് നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ രാജ്യം നേരിടുന്ന വിലക്കയറ്റം, അത്രയും യുവാക്കൾ തൊഴിലില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെയൊക്കെ വളരെ ഗൗരവതരമായി തന്നെയാണ് ഈ രാജ്യം ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോവാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ? നിങ്ങൾ കൃത്യമായി രാഷ്ട്രീയം പറയുന്നവരാണ്, അരാഷ്ട്രീയ കൂട്ടമല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഈ ലോകത്ത് രാഷ്ട്രീയമല്ലാത്തതായിട്ടൊന്നുമില്ല, പൊളിറ്റിക്കൽ അല്ലാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൊളിറ്റിക്കലല്ലേ? ഭക്ഷണമില്ലാത്ത മനുഷ്യർ ഉള്ള ലോകത്ത് ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം പൊളിറ്റിക്കലാണ്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഭക്ഷണം ബേസ് ചെയ്ത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ്. ഇപ്പം ചില കോർപ്പറേറ്റ്സ് നിയമം ലംഘിച്ച് പൊല്യൂഷൻ കൂട്ടുന്നുണ്ട്. ആൻഡ് ഈ പൊല്യൂഷൻ കൂട്ടുന്നത് കാരണം വായു മലിനീകരിക്കുന്ന ആ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിൽ വായു വരെയും, നമ്മൾ ശ്വസിക്കുന്ന വായു വരെയും രാഷ്ട്രീയമായ ഒരു കാര്യമാണ്. സോ നേരത്തെ ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു രാഷ്ട്രീയം ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പ്രധാനമായും നിങ്ങൾ പറയുന്ന ഈ ഒരു 5 അജണ്ടകൾ, നിങ്ങളുടെ ഒരു ലക്ഷ്യമൊക്കെ വിവരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു കാര്യം, അതൊരു ആന്റി BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾക്കെതിരായ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെയായി തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കെതിരായി എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടോ? ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ മറ്റുള്ള പാർട്ടികളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നമുക്ക് നാഷണലി നമ്മൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ശരിക്കും നാഷണലി നമുക്കൊരു ആന്റി BJP സ്റ്റാൻസ് തന്നെയാണുള്ളത്. അത് BJPക്കെതിരെ അങ്ങനെ ഒരു സംഭവമല്ല. റൂളിംഗ് പാർട്ടീൻ്റെ കുറേ ഫെയിലിയേഴ്സ് ഉണ്ട്. സോ അതൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പോലെ എടുത്താൽ മതി. അങ്ങനെ നമുക്ക് നാഷണൽ ലെവലിലുണ്ട്. പക്ഷെ CJP കേരളം കുറച്ചുകൂടെ നമ്മൾ ആന്റി BJP എന്നല്ല, നമ്മൾ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുമെന്നുള്ളൊരു രീതിയിലാണ് CJP കേരളം പൊതുവെ ഇപ്പം മുന്നോട്ട് പോകുന്ന ഒരിത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. അത് ഇപ്പം നമുക്ക് റൂളിംഗ് പാർട്ടി ഇപ്പോൾ BJP ആയതുകൊണ്ട് നമ്മൾ ഇപ്പം നടക്കുന്ന ഇഷ്യൂസിന് അവരെ ബ്ലെയിം ചെയ്യും. കാരണം അവരാണ് പവറിലുള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാത്തത്. ഇപ്പം അവരാണ്, അതുകൊണ്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ CJP കേരളത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഇത്. ശരി ഇഷ, താങ്ക് യു ഈ നിമിഷത്തിൽ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. കേരളത്തിൽ നിന്നുള്ള CJPയുടെ പ്രതിനിധി ഇഷ മറിയമാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അവർ കൃത്യമായി പറഞ്ഞു. മാത്രമല്ല കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെയുള്ള ഒരു വലിയ കൂട്ടമാണ് എന്നും ഇഷ പറയുന്നുണ്ടായി.